ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവസ്ഥ, പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടോ ഇല്ലേ എന്നീ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യം നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി ഇതൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് മീൻ കഴിച്ചാലോ എന്ത് കഴിച്ചാലും അതൊന്നും പ്രശ്നമല്ല. മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ടയർഡോ അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു ടയർഡ്നെസ് ഒക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ ഒരു പിടി ഉപ്പ് എടുത്ത് ചാലിച്ചിട്ട് നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നേരം അത് മേത്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ നെഗറ്റീവ് എനർജി മൊത്തം പോകുന്നതാണ്, ഫ്രഷ് ആകുന്നതാണ്. ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രാക്കോ കണ്ണീറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ റീയൂണിയൻ വല്ലതും ഉണ്ടാകുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ കറണ്ട് എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ലൊരു സിറ്റുവേഷൻ വരെ എത്തിയിരിക്കുന്നു. അതായത് നല്ലൊരു സാമ്പത്തികമായിട്ട് വളരെയധികം നല്ലൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ. പേഴ്സൻ്റെ കറണ്ട് എനർജി അതും വളരെ നല്ലതാണ്. ഐസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് അവരും നിങ്ങളുടെ പേഴ്സണും ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് എന്തോ ബിസിനസ് തുടങ്ങാനോ നല്ലൊരു മുന്നൊരുക്കമാണ്. അദ്ദേഹവും നല്ല റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സ്റ്റാൻസാണ് കാണിക്കുന്നത്. എന്തോ സംരംഭം തുടങ്ങാനുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി വളരെ നല്ലതാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ്. നിങ്ങൾ 2 കൂട്ടരും ഒരുപോലെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ 2 കൂട്ടരും മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ നിങ്ങളുടെ ബന്ധം നിങ്ങൾ മുന്നോട്ട് പോവുക, എല്ലാം പഴയ കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ റീയൂണിയൻ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതൊരു മേജർ ആർക്കാന കാർഡാണ്, സ്റ്റാറാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റീയൂണിയൻ നടക്കുന്നതാണ്. പ്രതീക്ഷയുടെ കാർഡാണ് പുതിയ തുടക്കം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് നല്ല എനർജിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നല്ല ഉയർന്ന നിലയെത്തിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പേഴ്സണും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് റിസ്ക് എടുക്കാനോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ നല്ലൊരു സിറ്റുവേഷനാണ്. ഈ ബന്ധം മുന്നോട്ട് പോകാൻ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 പേരുടെ ഇടയിൽ 2 പേരും ആലോചിക്കുന്നുണ്ട്. റീയൂണിയൻ താമസിയാതെ നടക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത്രയാണ്. നിങ്ങളുടെ റീയൂണിയൻ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. പെട്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം പിടിക്കും. കുറച്ച് കാലം വെച്ചാൽ ഈ മേജർ ആർക്കന കാർഡാണ്. മേജർ ആർക്കന കാർഡ് കടമ്പത്തേക്കും കുറച്ച് സമയം പിടിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റീയൂണിയൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു തരാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് പ്രയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളുടേതായ കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ് ആൾക്കാരായിട്ട് മാത്രം സഹകരിച്ച് പോവുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയോ നെഗറ്റീവായ കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ അതുപോലെ അതിനൊന്നും പോകണ്ട. എപ്പോഴും മനസ്സ് പോസിറ്റീവ് വെക്കുക. നല്ല രാവിലെയൊക്കെ നല്ല അഫർമേഷൻസ് പറയുക. ഉറങ്ങാൻ നേരത്ത് നല്ല അഫർമേഷൻസ് പറയുക. അങ്ങനെയൊക്കെ ഓരോ ദിവസവും എപ്പോഴും പുതിയ പ്രതീക്ഷ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.